ലെങ്തി ഡയലോഗാണ്. അത്രയും ഡയലോഗ് പോവില്ല, നമ്മൾ കട്ട് ചെയ്ത് പോകുന്നാ പറഞ്ഞിരുന്നേ. പക്ഷെ ഈ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ അത് പറഞ്ഞ് ഭയങ്കര ഇമോഷണലി കണ്ണൊക്കെ നിറഞ്ഞ് ആ ശബ്ദത്തിന്റെയും ഇതൊക്കെ കൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തു. നമ്മൾ രണ്ടുപേരും ആ എൻറ്റയർ ഡയലോഗ് പറഞ്ഞു. ചേച്ചി ജ്യൂസ് വെച്ചു കൊടുത്തിട്ട് വിടുന്നില്ല, കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മറ്റേ ശിവേട്ടൻ എന്ത് പറയണ, അപ്പൊ ഞാൻ ഇപ്പുറത്തുണ്ട്. അപ്പൊ അച്ചു പറഞ്ഞു ശിവേട്ടനാണ് നിൽക്കണത്. അപ്പൊ ചേച്ചിനെ നോക്കിയിട്ട് പറ ശിവേട്ടൻ അവിടെ എന്നത്. അച്ചു ചേച്ചി ഇതാണ് ശിവേട്ടൻ, മനസ്സിലായില്ല എന്നെ. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ കുട്ടികളൊക്കെ കാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ എങ്ങനെയാണ് ഓർമ്മ വരുന്നത്, ഒരു ക്യാരക്ടർ? എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ആർട്ടിസ്റ്റ് തന്നെ മെസ്സേജ് അയക്കും. അപ്പം നമുക്ക് ഫീൽ ചെയ്യും അവർക്കിത് വേണമെന്ന്, അവർക്കത് ആവശ്യമുണ്ട്, നമ്മളടുത്ത് ചോദിച്ചല്ലോ എന്ന് അവർക്ക് തോന്നും. ഇതൊന്നും ചോദിക്കാത്തവർക്ക് നമ്മൾ എന്തിനാ കൊടുക്കണേ? അപ്പൊ ഇത് അനൗൺസ് ചെയ്തപ്പോ ഞാൻ പെട്ടെന്ന് ബിബിനെ അപ്പൊ തന്നെ വിളിച്ചു, അളിയാ. പക്ഷെ ആൾ തുറന്നു പറഞ്ഞു കേട്ടോ, സച്ചിനെ പറഞ്ഞു അളിയാ നിനക്ക് പറ്റിയതില്ല, നീ ആയ കാരണമാണ് ഞാൻ ഫോൺ എടുത്തത്, വേറെ എനിക്ക് കുറെ കോള് വരുന്നുണ്ട്, അപ്പൊ നിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാലോ. ഇന്റർവ്യൂ ചെയ്തിരുന്ന സമയത്ത് തന്നെ ആരും സിനിമയ്ക്ക് വിളിക്കില്ല. കാരണം ആങ്കർ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വിളിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് യൂട്യൂബിലുള്ള ആളാണ്, യൂട്യൂബർ അല്ലേ എന്നാ ചോദിക്കുക എല്ലാവരും. അപ്പം എനിക്ക് ടെൻഷനായി, ദൈവം ഇനിയിപ്പോൾ സിനിമ കിട്ടൂലേ എന്നൊക്കെയുള്ള ഫീല് വന്ന് നിൽക്കുന്ന സമയത്താണ് ഷിജുവേട്ടൻ മന്ദാകിനിയിലേക്ക് വിളിക്കുന്നത്. ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു കണ്ണ് കാണാത്ത ഒരു പുള്ളിക്കാരൻ, ആള് തിയേറ്ററൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരനും സ്ഥിരം അങ്ങനെ വിളിക്കും. ശരി, അവര് കണ്ണ് കാണില്ല പുള്ളിക്കാരൻ, പക്ഷെ ഇത് സാന്ത്വനം കേട്ട് മാത്രം ഇങ്ങനെ പരിചയമുള്ളൊരു പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ശല്യമൊന്നും ചെയ്യില്ല. ചേട്ടാ സുഖാണോ, എന്ത് പറയണു, ഞാൻ വെറുതെ വിളിച്ചതാ, ചേട്ടന് സുഖമല്ലേ, നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് രണ്ട് പുലികൾ എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റുന്ന, അത് മാത്രമല്ല എനിക്ക് വളരെയധികം അറിയുന്ന രണ്ട് പേർ. ഒരാളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരു ക്രൗഡ് പുള്ളറാണ്, ഒരു MC ആണ്, പിന്നെ ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഷോസ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ സിനിമാ മോഹം, ആ സിനിമയിൽ പയ്യെ കയറുന്നു, ഗ്രാജുവലി ഇങ്ങനെ കയറി നല്ല സിനിമകൾ ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ പുതിയൊരു വിശേഷം ആയി ബബിത. ഹലോ, വെൽക്കം. യെസ്, ആൻഡ് നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജിഞ്ചർ മീഡിയയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിന് റീസൺസും കുറേ വന്നിട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഓരോ ഷോർട്ട് ഫിലിം ആണെങ്കിലും സീരിയലാണെങ്കിലും പിന്നെ ആൾക്കാർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു അൻപ് തോന്നുന്ന ഒരു വ്യക്തി എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു വ്യക്തി സജിൻ. വെൽക്കം. താങ്ക് യു. പറയൂ, എന്താണ് ഈ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കിട്ടിയല്ലോ, അതിനെന്തായാലും ഒരു കാരണം ഉണ്ടാവും അല്ലേ? അപ്പൊ പറ ആ കാരണം, ആ വിശേഷങ്ങൾ. ഫസ്റ്റ് നിങ്ങളുടെ ഒരു പുതിയൊരു പരിപാടി വരാൻ പോവുകയാണ്, അപ്പൊ അതാണ് നമ്മൾ സംസാരിക്കുന്നത്. പറയും. അതെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു കുഞ്ഞു ഷോർട്ട് ഫിലിം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എല്ലാ വർക്കും കഴിഞ്ഞു. ഈ മാസം 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യാനാണ് പ്ലാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ശ്രാവണാണ് ഡയറക്ടർ. ശ്രാവണായിട്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ശ്രീകാന്തിന്റെ ആദിരാത്രി എന്നും പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഞങ്ങൾ ഒരുമിക്കുന്നു, ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിക്കുന്നു. അതെ, അപ്പൊ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ വിശേഷം പറയാനാണ് ഞങ്ങൾ വന്നത്. ഇതൊരു എത്ര ഡ്യൂറേഷനുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ജോണർ എന്താണ്? ഇപ്പൊ അരികിൽ നീ ഉണ്ടായിരുന്നു പറയുമ്പോ തന്നെ ഏകദേശം ആ ഒരു ഉണ്ട് എങ്കിലും ബബിത പറയൂ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഒരു തീം. നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചില ആളുകളെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു തീം എന്ന് വേണേ പറയാൻ പറ്റും. പിന്നെ കൂടുതൽ എന്ത് പറയുന്നതാണ്. ഞാൻ ഈ ടീമുമായിട്ട് ഫസ്റ്റ് ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. സഞ്ജേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര നല്ല ടീം വർക്ക് ആയിരുന്നു, ആൻഡ് നല്ല വർക്കാണ്. ഒരു ഫൺ ഫാക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സജിൻ. അതെ, തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് സജിൻ ചേട്ടന് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ പരിചയപ്പെടുന്നത് ഈ വർക്ക് ത്രൂ ആണ്. അപ്പം നമ്മള് ഫസ്റ്റ് മീറ്റ് ചെയ്ത ഡേ ഉണ്ടാവില്ല, അന്ന് ഫൺ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്തപ്പോ ഫൺ ഉണ്ടായിരുന്നു. സജിൻ ചേട്ടൻ അഭിപ്രായം പറയുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഷൂട്ടിന് വന്ന സജിൻ ചേട്ടനെ അല്ല ഞാൻ തലേ ദിവസം കണ്ടത്. ഷൂട്ടിന് വന്ന ദിവസം ആള് ഭയങ്കര എനർജി ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര ഒരു
എന്താണോ ക്യാരക്ടർ അതിന്റെ മോഡിൽ. അപ്പൊ ഞാൻ ചേട്ടൻ എന്ത് പറ്റി, ശരിക്കും അതിലെന്താണോ അത് തന്നെ ആ ക്യാരക്ടർ പിടിച്ചുകൊണ്ടാ രാവിലെ ഞാൻ കണ്ടേ. അത്ര ഫൺ ഉണ്ടായിരുന്നില്ല. ക്യാരക്ടർ അത് നോക്കി സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് ടെൻഷനായിട്ടാണ് അല്ല, എനിക്ക് തോന്നിയത് ഇൻറ്റു ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുന്നത് വരെ അതിൽ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇനി തിരിച്ച് ഞാൻ ചോദിക്കുവാണെങ്കിൽ, കാരണം ബബിതയുടെ മൂവികൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വർക്ക് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒരുമിച്ച് ഫസ്റ്റ് ടൈം ആണ് പറയും. അല്ല, അത് നിങ്ങൾ അല്ല കമ്പനി ആയിരുന്നു. എനിക്ക് അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ കമ്പനി ആവാറില്ല, അങ്ങനെ സംസാരിക്കാനൊക്കെ മടിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആരും ഇല്ല. ഒരു ആർട്ടിസ്റ്റും കൂടി ഉള്ളൂ ഫ്രണ്ട് ആയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഷോർട്ട് ഫിലിം മൊത്തം. ആ ഒരു ഫുൾ ഷോർട്ട് ഫിലിം നമ്മളിങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെന്താ, അഭിനയത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അത് ഇതിലും എല്ലാവരും പറഞ്ഞു, എൻ്റെ അടുത്ത് ഷഫ്നയൊക്കെ പറഞ്ഞു കണ്ടിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓ അടിപൊളിയായിരുന്നു, അത്ര തന്നെ. ബിരിയാണി പുറത്തു എല്ലാം നേരത്തെ അല്ല, ഇന്നലെ കണ്ടു, ഇന്നലെ ഫൈനൽ കട്ട് കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ എനിക്ക് ഷഫ്ന മെസ്സേജ് ചെയ്തു, ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തു. അത് മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ബബിത ഇപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത രീതിയാണെങ്കിൽ പോലും MC ചെയ്യുന്നുണ്ട്, ഷോസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഷോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും ആ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് എന്ന് പറയുന്ന സ്ലോ ആൻഡ് സ്റ്റഡി, അത് സജിനും അത് തീർച്ചയായിട്ടും ബാധകമാണ്. അപ്പം എന്നിട്ടിപ്പോൾ നല്ല നല്ല മൂവികളുടെ ഭാഗമാകുക, അതാണ് ഏറ്റവും മൂവികൾ ചെയ്യുന്നതിലുപരി, എണ്ണങ്ങൾ കൗൺസിലുപരി നല്ല മൂവികളുടെ ഭാഗമാകുക എന്നുള്ളതാണ്. സോ അപ്പോൾ ആ ടൈമിൽ തന്നെ, അല്ലെങ്കിൽ എംസിങ് ചെയ്യുമ്പോഴും ഒക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും ഇതുപോലെ ഇൻ്റർവ്യൂ എടുക്കുന്ന ടൈമിലാണ് തന്നെ മൈൻഡിൽ ആ ഒരു ബിഗ് സ്ക്രീൻ പരിപാടി തന്നെയായിരുന്നു ബോബിലേക്ക്. അതെ, ഞാൻ ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാ. ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടം സിനിമ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ചോദിക്കില്ലേ എന്താവാൻ ആഗ്രഹം എന്ന്. അപ്പൊ ഞാൻ മാത്രം മിണ്ടില്ല. എന്നുവെച്ചാൽ സിനിമാ നടിയാവണമെന്ന് പറയാൻ പേടിയാണ്, മടിയൊക്കെ, കുട്ടികൾ കളിയാക്കും എന്നൊക്കെ ഉള്ളത്. അവിടുന്ന് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 3 years ആയിട്ടേ ഉള്ളൂ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പുറത്ത് പറയാൻ തുടങ്ങിയിട്ട്. ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു 5-6 സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോഴും. പക്ഷെ എനിക്കങ്ങനെ ഞാൻ ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു അത്രത്തോളം ആയിട്ടില്ല എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ ലാസ്റ്റ് 3 years ആയിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അതെ, പറയാൻ കണ്ടന്റ് ഉണ്ട്, അതാണ് അതിന്റെ എക്സാക്ട് തിങ്. പക്ഷെ ആ ഗ്രാജുവൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൈഡും മനസ്സിലാവും. ഏറ്റവും താഴേന്നാണ് ഞാൻ തുടങ്ങിയത്. ആദ്യത്തെ സിനിമ മുതലാണെങ്കിലും ഏറ്റവും താഴേന്ന് ആങ്കറിങ് ആണെങ്കിലും 500 രൂപയ്ക്ക് ആങ്കറിങ് തുടങ്ങിയ ആളാണ് ഞാൻ 2009. അവിടുന്ന് ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജ് ആക്ടിങ്ങിലാണെങ്കിലും ആങ്കറിങ്ങിലാണെങ്കിലും ഗ്രാജുവൽ പ്രോസസ് ആയതുകൊണ്ട് അത് ഭയങ്കര കംഫർട്ടബിളും ആണ്, കുറച്ചും കൂടെ ഈസിനെസ് ഉണ്ട് ഇപ്പോ. ഓട്ടോമാറ്റിക്കലി അതിൽ നമ്മൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഈസിനെസ് ഉണ്ടാവും. അതെ, ഉറപ്പായിട്ടും. ഇപ്പം സജനാണെങ്കിലും ഇപ്പം സീരിയൽ എന്ന് പറയുന്ന അതിലാണ് എല്ലാ ആൾക്കാരും തിരിച്ചറിയുന്നതും ഒക്കെ ശിവാഞ്ജലി ബ്രാൻഡ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കണ്ട സജിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അത് മാത്രം ചെയ്യാം, സിനിമ പിന്നെ നോക്കാം. പക്ഷെ ചെറിയ വർക്കുകളാണെങ്കിലും പുതിയ ആൾക്കാർ വരുന്നതാണെങ്കിൽ പോലും അവരുടെ കൂടെ ആണെങ്കിൽ പോലും യു ആർ ഡൂയിങ് ഇറ്റ്. അത് ആക്ടിങ്ങിനോടുള്ളൊരു തീർച്ചയായിട്ടുള്ളൊരു പാഷൻ കൊണ്ടാണ്. അപ്പോൾ അതും ചെയ്യുന്നു. എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ലൈക്ക് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആ വർക്ക് വരുമ്പോൾ അത് സോർട്ട് ചെയ്യുന്ന രീതി? ഇല്ല, അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇഷ്ടമാണ്, നമുക്ക് അഭിനയിക്കുക എന്നുള്ള പരിപാടിയാണല്ലോ നമുക്ക് ഇഷ്ടം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിങ്ങനെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇപ്പം ശ്രാവണായിട്ട് അതിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ കൂടുതലും അച്ചുമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. പിന്നെ ഇപ്പം സീരിയലിൽ നിന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരിക്കുന്നു. നമ്മുടെ ഒക്കെ എയിം സിനിമയാണല്ലോ. അപ്പം സീരിയൽസിൽ നിന്നാണെങ്കിലും ഇപ്പോഴും കുറേ നമുക്ക് വിളികളൊക്കെ വരുന്നുണ്ട്. അപ്പം ഒന്ന് ചവിട്ടിയിരിക്കുകയാണ്, സിനിമ നോക്കാം. അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. വേറെ പരിപാടികളൊന്നും അറിയില്ല, വേറെ പരിപാടിയും ഇല്ല. അപ്പം പിന്നെ ഇത് തന്നെ. അപ്പം സിനിമ ശരിയാവുന്നവരെ നമ്മളിങ്ങനെ ഷോർട്ട് ഫിലിംസും ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇനിയും വരുന്നുണ്ട്, അച്ചുവിന്റെ ഒക്കെ പരിപാടികളൊക്കെ ആയിട്ട് ഇനിയും സംഭവങ്ങൾ വരുന്നുണ്ട്.
മാത്രമല്ല ഇപ്പം ഈ സീരിയല് നമ്മൾ ഒരു വർക്ക് ചെയ്ത് ആ വർക്കിനെ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ഒരു പെർട്ടിക്കുലർ മൂവി ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സീരിയലിനെ വെച്ചിട്ടായിരിക്കും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ആൾക്കാർ ചോദിക്കാറില്ല, അയ്യോ നമ്മളത് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതൊരു ഭയങ്കര വലിയ ക്വസ്റ്റൻ ആയിരിക്കും. പിന്നെ വീട് ഫാമിലി ആണെങ്കിൽ ശരി, ഏജ് ബാരിയർ ഇല്ലാത്ത ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഇപ്പൊ പിന്നെ വേറെ ഗുണം വെച്ചാൽ ഇപ്പം ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പകുതി ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. സത്യം അതാണ്. ലുക്ക് അങ്ങ് മാറ്റി ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ആൾക്കാർക്ക്. അത് സത്യമാണ്. ഞാനും വെച്ചൊക്കെ പോയിട്ട് ഇങ്ങനെ ഇപ്പൊ ഞങ്ങള് കടയിൽ കയറിയിട്ട് എന്തോ ട്രിവാൻഡ്രത്ത് ഷൂട്ടിനായിരുന്നു. അപ്പൊ പോയിട്ട് ഞങ്ങൾ നിന്നപ്പം ഞാനും അച്ചു നിൽക്കുകയാണ്. അപ്പം മാസ്ക് ഒന്നുമില്ല. അപ്പൊ അച്ചുവിനെ മനസ്സിലായിട്ടാ. അച്ചുവിന് ആ ചേച്ചി ജ്യൂസ് വെച്ചു കൊടുത്തിട്ട് വിടുന്നില്ല. കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ മറ്റേ ശിവേട്ടൻ എന്ത് പറയണ? അപ്പൊ ഞാൻ ഇപ്പുറത്ത് ഉണ്ട്. അപ്പൊ അച്ചു പറഞ്ഞു ശിവേട്ടനാണ് നിൽക്കണത്. അപ്പൊ ചേച്ചി നോക്കിയിട്ട് പറ ശിവേട്ടൻ അവിടെ എന്നത്. അച്ചു ചേച്ചി ഇതാണ് ശിവേട്ടൻ, മനസ്സിലായില്ല എന്നെ. അന്ന് മീശ ഉണ്ടായിരുന്നു ഫുൾ. ഇത് മനസ്സിലായില്ല. പോകുന്നവരെ മനസ്സിലായിട്ടില്ല, എന്നെ വിശ്വസിച്ചിട്ടില്ല. ഞാനാണ് ശിവൻ എന്നുള്ള പരിപാടി വിശ്വസിച്ചിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പരിപാടി താടിയില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഇനി ചെയ്യോ, സീരിയൽസ് ചെയ്യോ എന്താ, അല്ലെങ്കിൽ സിനിമ. അവർ ഭയങ്കര ആഗ്രഹമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ക്യാരക്ടറും ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സജിൻ എന്നുള്ള പേരിനേക്കാൾ കൂടുതൽ മേ ബി ആ പേരും നന്നായിട്ട് അറിയാം. അതെ, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പല വേറെ ഓപ്ഷൻസ് നമുക്ക് ഉള്ളപ്പോഴും ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് ഇത് കാണ് എന്ന് പറഞ്ഞിരുത്താനുള്ള ഒരു അതെനിക്ക് തോന്നുന്നു സാന്ത്വന അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. കുറച്ചുകൂടി നാച്ചുറൽ ആയിരുന്നു. ഇങ്ങനെ അധികം നാടകീയതൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലൊക്കെ ഭയങ്കര എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്നൊക്കെ പോലത്തെ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അതൊക്കെയാണ് പ്രത്യേകത. പിന്നെ എന്തുകൊണ്ടാണ് അത് ഹിറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അത് സാന്ത്വനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഒരു ബ്രാൻഡ്. അതെ, അത് ഭയങ്കര, അതല്ല ആ ടീമിന് തന്നെ അത്ഭുതമാണ്. അത് എന്താണ് അങ്ങനെ അത് ഇതായിരുന്നു. എന്താ ഭാഗ്യം. പിന്നെ സോഷ്യൽ മീഡിയ വന്നപ്പോഴുള്ള ഗുണം എന്താ പറയുക, സീരിയൽ കാണില്ല എന്ന് പറയുന്ന പല ആളുകളും ഫോണിലിരുന്ന് സീരിയൽ ശരിക്കും കാണുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യും, ഇങ്ങനെ റീല് കണ്ടിട്ട് ഇപ്പൊ വീണ്ടും കയറി ഞങ്ങൾ കാണുന്നുണ്ട്, ഇത്ര ദിവസം കൊണ്ട് ഞങ്ങൾ കണ്ടു തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് ആൾക്കാർ. അതിന് ഗുണം എന്താണെന്നറിയോ, റീല് വരുന്ന 30 സെക്കൻഡ് ആയിരിക്കും. ആ 29ാമത്തെ സെക്കൻഡിലായിരിക്കും അതിന്റെ ട്വിസ്റ്റ് വരുന്നത്. പിന്നെ ബാക്കി കാണാതിരിക്കാൻ പറ്റത്തില്ല. തെരഞ്ഞു പോകും. നമുക്ക് നല്ല കാര്യമാണ്. റീൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമല്ലേ, ചെയ്യുമ്പോലല്ലോ. നമ്മൾ നിർത്തിയാലും അത് ഇങ്ങനെ നമ്മളെ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നേരത്തെ ചോദിച്ച പോലെ തന്നെ സിനിമകളുടെ എണ്ണത്തിലുപരി നമ്മൾ നല്ല സിനിമയുടെ പാർട്ടാകുക, അത് ശരിക്കും ലക്ക് ഫാക്ടർ ഉള്ള ഒരു വ്യക്തിയാണ് ബബിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ? അല്ലെങ്കിൽ അതിനോട് എന്ത് തോന്നുന്നു? അത് ഈ നല്ല സിനിമകൾ മാത്രമേ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ 9 സിനിമകളും ചെയ്തിട്ടുണ്ട്. മൊത്തം 9 സിനിമ. പക്ഷെ എല്ലാവർക്കും അറിയുന്നത് സന്തോഷം കുറച്ചു പേർക്ക് അറിയാം, പിന്നെ മന്ദാകിനി അറിയാം. മന്ദാകിനി വാസ് ഹിറ്റ് ആണ് എന്നുള്ള ആ ഒരു മൊമെന്റ് കിട്ടിയിട്ടുള്ള പടം. പക്ഷെ അതിനു മുൻപ് ചെയ്ത സിനിമകൾ ആരും കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയും, ഇതൊക്കെ ഞാൻ ചെയ്ത സിനിമയാ. അത് പറയേണ്ട സിറ്റുവേഷൻ ആണ്. അപ്പം എല്ലാം നല്ല സിനിമകളാണ്, പക്ഷെ ആളുകൾക്ക് ചിലത് വർക്ക് ആവില്ലല്ലോ. അപ്പം എക്സ്പീരിയൻസ്ഡ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്ക് 2 കാര്യമാണ്. ഒന്ന്, നല്ല സിനിമ എന്ന് പറയുമ്പോൾ ടെക്നിക്കലി പ്രൊഡക്ഷൻ എല്ലാം നല്ലതായിട്ട് വരിക, നല്ല ആർട്ടിസ്റ്റ് ഉണ്ടാവുക, നല്ല സ്ക്രിപ്റ്റ് ആവുക, എല്ലാം കൂടെ വരുമ്പോൾ ആ സിനിമ ഇത്തിരി താഴെ പോയാലും നമ്മുടെ കരിയറിൽ അത് ഗ്രോത്ത് ഉണ്ടാക്കും. അടുത്തൊരു വർക്കിന് നമ്മൾ ഉറപ്പായിട്ടും നമുക്കൊരു സജഷൻ പോകും. പക്ഷെ ഒരു തരത്തിലും വെളിച്ചം കാണാത്ത വിധത്തിലൊക്കെ ആവുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ പറയാറുണ്ട്, ഭാഗ്യം തെളിഞ്ഞു എന്ന് തോന്നുന്നു. നല്ല വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് മന്ദാകിനിയും പിന്നെ ട്യൂഷൻ വീടും, അത് രണ്ടുമാണ് എൻ്റെ ലൈഫില് ആക്ടിങ് കരിയറിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് തന്ന ഏരിയയാണ് ആ രണ്ട് വർക്കും. നല്ല സിനിമകൾക്കുപരി ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ആൾക്കാർ അംഗീകരിച്ച സിനിമയുടെ ഭാഗമാണ്. അതെ, സത്യം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, ആളുകൾക്ക് കണക്ട് ആവുന്ന സിനിമകള്. ഇപ്പം മന്ദാകിനി, ട്യൂഷൻ വീട്, ഇത് രണ്ടും എനിക്ക് തോന്നുന്നു സിനിമയിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിരുന്നു. അതിൽ നിന്ന് അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നപ്പം അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അവരറിഞ്ഞുകൊണ്ടല്ല, ബട്ട് സ്റ്റിൽ ട്യൂഷൻ വീടിൻ്റെ ഫാസിൽ ട്യൂഷൻ വീട് കഴിഞ്ഞു, ഫെമിനിച്ചി ഫാത്തിമ ചെയ്തു, അതിലും ചെറിയൊരു വേഷം തന്നു. അപ്പോൾ അത് രണ്ടും ഭയങ്കര ക്ലിക്കായ വർക്കാണ്. ഫെമിനിച്ചി ഫാത്തിമ IFFK ഭയങ്കര അടിപൊളിയായിട്ട് പോയി, അവാർഡ്സ് ഒക്കെ കിട്ടി.
പിന്നെ മന്ദാകിനി അതിന് മുൻപ് ഞാൻ ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു, കായ്പോള. കേട്ടിട്ടുണ്ടോ? കായ്പോള ആ, അപ്പോൾ കായ്പോളയിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ DOP ഉണ്ട്, ഷിജു ഭാസ്കർ. അപ്പോൾ ഷിജു ചേട്ടൻ DOP പ്ലസ് മന്ദാകിനിയുടെ റൈറ്ററും കൂടെയാണ്. അപ്പം അപ്പൊ ആ കണക്ഷനിലാണ് ഓഡിഷൻ വരുന്നത്. അപ്പൊ നമ്മളെ കുറച്ച് ആളുകൾ ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നി വിളിക്കുകയാണല്ലോ. അപ്പൊ ആ കണക്ഷൻസ് കിട്ടുക എന്ന് പറയുന്നത് പഴയ സിനിമകൾ തന്നെയാണ് എന്നെ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പുതിയ പരിപാടി എന്തോ ഫാസില് മറ്റേ നമ്മുടെ താമർക്കാട് കൂടെ റൈറ്റ് ചെയ്യുന്നുണ്ട്, കോ റൈറ്റർ ആയിട്ട് നിവിൻ പോളി. നിവിൻ ചേട്ടനാണ് നായകൻ. ഒരു സിനിമ വരുന്നുണ്ട്. ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്, നൈസായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നും പറഞ്ഞില്ല. ഇത് ഞാൻ റിലേറ്റ് ചെയ്ത് ചോദിക്കണം. അതായത് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ചിലർക്ക് ചാൻസ് ചോദിക്കാൻ വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ചാൻസ് ചോദിക്കുന്നവരുണ്ട്. അതേസമയം ഒന്ന് ഹെഡ് ചെയ്യാൻ ഒന്ന് വലിയുന്ന ആൾക്കാർ. സജിൻ ഞാൻ വലിയ ഞാനതപ്പൊ ചോദിച്ചോട്ടോ. പക്ഷെ അറിയുന്ന ആൾക്കാരോട്, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാം. അതിനപ്പുറത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഞാനിപ്പോ പഠിച്ചു വരുന്നു, ഞാനിപ്പോ ചോദിച്ചു തുടങ്ങി. ശരിക്കും അതിന്റെ ടെക്നിക്ക് എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞ. എന്നെയൊക്കെ വഴക്ക് പറഞ്ഞ ആൾക്കാർ നീ ചോദിക്ക്. പക്ഷെ എനിക്ക് എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വരെ ചോദിക്കാൻ എനിക്ക് മടിയാ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരോടുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവരോട് ഇപ്പൊ എങ്ങനെയാ ചോദിക്കാ? കണ്ടറിഞ്ഞ് തരുമായിരിക്കും എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. തരുമായിരിക്കും, പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. ഏറ്റവും അടുപ്പുള്ള ആൾക്കാരാണ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് വിളിക്കാത്തത്. വർക്ക് ബേസ് ചെയ്തിട്ട് പരിചയമുള്ള ആൾക്കാർ പിന്നെയും വിളിക്കും. കൂട്ടുകാർക്ക് അത്ര എന്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോ ഓർക്കാത്തതായിരിക്കും, ഓർത്താലും ബാബിതയോ വേണ്ട നമ്മുടെ കൊച്ചല്ലേ എന്നുള്ളൊരു മോഡുണ്ടല്ലോ. ഓഡിഷൻ വെക്കുമ്പോ കോർഡിനേഷന് വിളിക്കും, സ്ക്രിപ്റ്റ് കഥ കേൾക്കാൻ വിളിക്കും, ഇതൊക്കെ ചെയ്യും. എന്നിട്ട് പ്രൊജക്ട് വരുന്ന സമയത്ത് ബബി പൂജ ചെയ്യണ്ടേ എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ക്യാരക്ടറിലേക്ക് വരുമ്പോ നമ്മളടുത്ത് വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഓ ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ വിളിച്ചൂടെ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അതൊക്കെ സ്റ്റാർട്ടിങ് ടൈമില് ഭയങ്കര നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ റീസെന്റ് എത്ര പേരോട് ചോദിച്ചെന്നറിയാം. ഇപ്പൊ ഇന്നലെ ഇപ്പൊ കുറേ സിനിമകൾ അനൗൺസ് ചെയ്തു. അതിലുള്ള എല്ലാവരെയും വിളിച്ച് ഞാൻ ചാൻസ് മെസ്സേജ് അയക്കുന്നത് ഡയറക്റ്റ് എന്നുവെച്ചാ മധുര മനോഹര മോഹം സിനിമയില്ലേ, അതിന്റെ ഓഡിഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നു, പിന്നെ ഷൂട്ടിന് വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ റൈറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ഒരിക്കൽ ഇങ്ങനെ വിളിച്ചിട്ട്, അവരിപ്പോ ഇങ്ങനെ റീസെന്റ് കുറെ മൂവീസ് ഒക്കെ അനൗൺസ് ചെയ്തു ചെയ്യുന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഷറഫുദ്ദീൻ. അപ്പൊ ഞാൻ ജയ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ കുട്ടികളൊക്കെ കാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ എങ്ങനെയാണ് ഓർമ്മ വരുന്നത്, ഒരു ക്യാരക്ടർ? എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ആർട്ടിസ്റ്റ് തന്നെ മെസ്സേജ് അയക്കും. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും അവർക്കിത് വേണമെന്ന്, അവർക്കത് ആവശ്യമുണ്ട്, നമ്മളടുത്ത് ചോദിച്ചല്ലോ എന്ന് അവർക്ക് തോന്നും. ഇതൊന്നും ചോദിക്കാത്തവർക്ക് നമ്മൾ എന്തിനാ കൊടുക്കണേ? അല്ല, അവരുടെ അടുത്ത് ഞാൻ ചാൻസ് ചോദിച്ചിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അതിന്റെ സ്ക്രിപ്റ്റ് എന്റെ ഫ്രണ്ടാ ബിബിൻ മോഹൻ, നമ്മുടെ ഷൈലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമുക്കവിടെ. അപ്പം പുള്ളിക്കാരന്റെ ഷൈലോക്ക് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇത്. അപ്പൊ അവനും മെഡിക്കൽ റെപ്പായിരുന്നു, ബിബിൻ മോഹനും മെഡിക്കൽ റെപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഒരു ചായക്കടയുണ്ട്, ഒരു ഇന്റർനെറ്റ് കഫേ ഉണ്ട്, അപ്പൊ ഇതുപോലൊരു സോഫയുണ്ട്. അപ്പൊ ഞാനും ബിബിനുമാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സിനിമാ കഥകൾ തള്ളല് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ എല്ലാവരും, അവൻ ഷൈലോക്ക് ചെയ്യുന്നേക്കാളൊക്കെ മുമ്പ്. അപ്പൊ എല്ലാവരും ഇവര് മറ്റേ തള്ളല് മാത്രമേ ഉള്ളൂ പരിപാടി. അത് ബിബിൻ ഷൈലോക്ക് ചെയ്തു. അപ്പൊ ഇത് അനൗൺസ് ചെയ്തപ്പോ ഞാൻ പെട്ടെന്ന് ബിബിനെ അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, അളിയാ. പക്ഷെ ആൾ തുറന്നു പറഞ്ഞു കേട്ടോ, സജിനെ പറഞ്ഞു, അളിയാ നിനക്ക് പറ്റിയതില്ല, നീ ആയ കാരണമാണ് ഞാൻ ഫോൺ എടുത്തത്, വേറെ എനിക്ക് കുറെ കോള് വരുന്നുണ്ട്, അപ്പൊ നിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാലോ, അതിനകത്ത് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ കുഞ്ഞു പരിപാടിയാണെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ വന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അറിയില്ല, നമുക്ക് അപ്പൊ നോക്കുവാണെങ്കിൽ അപ്പൊ ചിലപ്പോ നിങ്ങൾ ഒരുമിച്ച് വരാൻ ചാൻസ് ഉണ്ടെങ്കിലും അവിടെയും ചോദിച്ചു ഇവിടെയും ചോദിച്ചു. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അവര് നമ്മളെ കൺസിഡർ ചെയ്യും. ഒരു മെസ്സേജ് വരുമ്പോ ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ടോന്നെങ്കിലും അവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും. മെസ്സേജ് ടൈപ്പ് ചെയ്തയക്കോ അതോ ഓഡിയോ അയക്കോ? ഇല്ല, ഞാൻ ടൈപ്പ് ചെയ്തയക്കും. ഓഡിയോ കേട്ടില്ലെങ്കിലോ? അപ്പം ടൈപ്പ് ചെയ്ത് ലൈക്ക് ഞാൻ ഇങ്ങനെ ഇന്ന ആളാണ്, ഇന്ന വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം ഒരു ഓഡിഷൻ തരുവാണെങ്കിൽ, ലൈക്ക് നെക്സ്റ്റ് പ്രൊജക്ട് വരുന്ന സമയത്ത് ഓഡിഷൻ തരുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ.
ഞാൻ കേട്ട് പഠിക്കാം. പക്ഷെ കാര്യമില്ല, എനിക്ക് മടിയാ. എന്നെ ഷഫ്നിയൊക്കെ എപ്പോഴും ചീത്ത പറയും. ഷഫ്നിയും മെസ്സേജ് എല്ലാ അയക്കുമ്പോ ഫ്രണ്ട്സും മുഖം കാണുന്നില്ല, സംസാരിക്കേണ്ട ഒന്നുമില്ലല്ലോ, ആ ധൈര്യത്തിലാ അയക്കുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ അവരെ കാണുമ്പം അല്ലേ എന്താ അതൊക്കെ അല്ലേ അവര് വിളിച്ചിട്ടും ഇല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാണുമ്പോ ഭയങ്കര മടിയാണ്. അതാണ് ആ ഒരു പരിപാടി ഉണ്ടല്ലോ. ഈ സജിന് വരുന്ന റോൾസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങൾ അങ്ങനെ ശരിക്കും ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ. ഷോർട്ട് ഫിലിംസിന് കുറെ ഒരുപാട് വിളി വരുന്നുണ്ട്. എനിക്ക് വിളി വരുന്നില്ല. അപ്പം ഷോർട്ട് ഫിലിംസിന് കുറെ വിളി വരുന്നുണ്ട്. കാണുന്ന ഇപ്പൊ ചെറിയ പിള്ളേർ ആവാം അല്ലെ, പക്ഷെ നല്ല വർക്ക് ആയിട്ടുള്ളവരുണ്ടാവാം. അപ്പം ഞാൻ കൂടുതലും ഞാൻ അച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. എനിക്കിത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു എനിക്ക് വലിയ ഐഡിയ കിട്ടാറില്ല. അപ്പം ഞാൻ കൂടുതലും അച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതലും അങ്ങനെ പരിപാടിയായിട്ട്. കാരണം അതും ഫിൽട്ടർ ചെയ്യണമല്ലോ. കുറേ വരുമായിരിക്കും. പിന്നെ എന്താണ് അവര് എനിക്കിപ്പം എന്താ ഇങ്ങനെ ഒരു ചെയ്യുമ്പോൾ നല്ലത് ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ ഇപ്പം വലിയ ബഡ്ജറ്റ് അല്ലെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ പരിപാടിക്ക് അതിനൊരു എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം, എന്തെങ്കിലും വേണം എന്നുള്ള ഷോർട്ട് വ്യൂ കിട്ടും എന്നുറപ്പുള്ള. ഇതും ശ്രാവൺ കുറെ ഒരു 2.5 വർഷം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ പരിപാടി അത്. പിന്നെ അതങ്ങ് നീണ്ടു പോയി. പക്ഷെ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഒരു എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവുന്നു തോന്നുന്നു. ഒരു ഇമോഷണലി ഒരു പരിപാടിയാണ്. അപ്പം ഷഫ്നൊക്കെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് അവസാനം ഇപ്പൊ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. അവസാനത്തെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എങ്ങനെയാണെന്നറിയോ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇപ്പൊ ഡയലോഗ് രണ്ടുപേർക്കും അറിയാം, പക്ഷെ ലെങ്തി ഡയലോഗാണ്, അത്രയും ഡയലോഗ് പോവില്ല, നമ്മൾ കട്ട് ചെയ്ത് പോകുന്നാ പറഞ്ഞിരുന്നേ. പക്ഷെ ഈ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ അത് പറഞ്ഞ് ഭയങ്കര ഇമോഷണലി കണ്ണൊക്കെ നിറഞ്ഞ് ആ ശബ്ദത്തിന്റെയും ഇതൊക്കെ കൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തു. നമ്മൾ രണ്ടുപേരും ആ എൻറ്റയർ ഡയലോഗ് പറഞ്ഞു. അത്രയും ലെങ്തി ഡയലോഗ്, ആളുടെ പാർട്ട് ആളും അതിനുശേഷമുള്ള എന്റെ പാർട്ടും നമ്മളത് കംപ്ലീറ്റ് പറഞ്ഞു. മാസ്റ്ററിൽ കംപ്ലീറ്റ് പോയി അല്ലേ, കട്ട് പറയാതെ ഫുൾ ഇമോഷൻസ്, എവിടെയും ഒരു സ്റ്റെക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ. എന്നിട്ട് കട്ട് പറയുമ്പോ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, ശരിക്കും കരയുവാണല്ലോ, ജീവിക്കുകയായിരുന്നു. അവിടെ ആ ഇമോഷൻ കിട്ടിയോണ്ട് മാത്രമാണ് എനിക്കത് റിഫ്ലെക്സ് വന്നത്. ഈ ട്യൂഷൻ വീട് അതും ഒരു ഭയങ്കര ചർച്ചയായിട്ടുള്ള, അല്ലെങ്കിൽ അത് മാത്രമല്ല കുറേ കട്ട്സും വൈറലായിട്ടുള്ള ഇത്, അതിലൂടെ റീൽസും എല്ലാം പോയിട്ട്. അപ്പൊ ആ പിള്ളേരാണെങ്കിലും ശരി, ബബിതയാണെങ്കിലും ശരി, ഒരു ടൈമിൽ എനിക്കൊന്ന് ആ ടൈമിൽ എനിക്കൊന്ന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. കാരണം അത് ഇപ്പോഴും ആൾക്കാർ ഷെയർ ചെയ്ത് വരുന്ന സീസൺ 3 വരെ എത്തി. അതെ, കഴിഞ്ഞു കേട്ടോ, അത് കഴിഞ്ഞ പോലെയാണ്. ഇനി റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ ട്യൂഷൻ വീട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറിൽ ഞാൻ എടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ട്യൂഷൻ വീടാണ്. അതെനിക്ക് ഭയങ്കര ഗ്രോത്ത് തന്നിട്ടുണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഷോസ് ചെയ്യാൻ പോകുമ്പോൾ പണ്ട് നമ്മുടെ പ്രൊഫൈൽ അയക്കണം, ഓക്കെ ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പ്രൊഫൈൽ അയക്കണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാണുമ്പോഴത്തേന് ഇത് ട്യൂഷൻ വീട്ടിലെ ചേച്ചിയല്ലേ എന്നുള്ള അത് പറയുന്നുണ്ട്. അപ്പോൾ കരിയർ ബേസ് ചെയ്തിട്ട് എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ ഷോസിനാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ എപ്പോഴും നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യില്ലേ, അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ് ഫാസിൽ. ആ വർക്കിനോടും ഈവൻ ഫാസിലിൻ്റെ അടുത്തും. കാരണം ഫാസിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വേറൊരു കുട്ടിയായിരുന്നു. അപ്പൊ ആദ്യം കാസ്റ്റ് ചെയ്ത് വേറെ കുട്ടിയാ, ഞാനല്ല വേറൊരു കുട്ടിയായിരുന്നു. ആളുടെ തന്നെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് തുടങ്ങാറായ സമയത്ത് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തോ സിനിമ എന്തോ വരിക അങ്ങനെ എന്തോ ചെയ്തിട്ട് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അറിയാണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഫാസിലിനെ അറിയത്തൊന്നുമില്ല ആ സമയത്ത്, നമ്മളൊരു പരിചയമില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നതാ, നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു സാരി വെയർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്. അത് മെൻഷൻ ചെയ്തിട്ട് ഈ ലുക്ക് നമുക്ക് ഓക്കെയാണ്, വെബ് സീരീസ് ആണ് ചെയ്യുന്നത്, താല്പര്യമുണ്ടോ ഒന്ന് മെസ്സേജ് ചെയ്യുമെന്ന് ചോദിച്ചു. സാധാരണ ഞാൻ വിശ്വസിക്കാറുണ്ട് അങ്ങനത്തെ മെസ്സേജ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വെറുതെ കുറെ മെസ്സേജ് അങ്ങനത്തെ വെറുതെയാണ്. നമുക്ക് ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും വെറുതെയാണ്. പക്ഷെ ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ സ്പോട്ട് എഡിറ്റർ ആണെന്ന് കണ്ടു, സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തോന്നിയപ്പോൾ ഞാൻ നമ്പറൊക്കെ കൊടുത്തു, വിളിച്ചു. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ, കുറച്ച് നാളത്തേക്ക്. ഷൂട്ട് പറഞ്ഞ ഡേറ്റിലൊന്നും വന്നില്ല. പിന്നെ എൻ്റെ കാലൊടിഞ്ഞു, അതിലുള്ള കുട്ടികൾക്കാർക്ക് പനിയൊക്കെ പിടിച്ചു, അങ്ങനെ അത് ഡിലേ ആയി. എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് ട്യൂഷൻ വീട്ടിന് 2 കാര്യമുണ്ട്. ആ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എൻ്റെ ആക്ടിങ്, നമ്മളിപ്പോൾ വർക്ക്ഷോപ്സിനൊക്കെ പോയിട്ടൊക്കെ പഠിക്കില്ലേ, ഞാൻ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാറൊക്കെ.
ട്യൂഷൻ വീട്ടിലെ ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫാസിൽ പറഞ്ഞു തന്ന കാര്യങ്ങളും ഫാസിൽ ചെയ്യിപ്പിച്ചെടുത്ത കാര്യങ്ങളും ഫാസിൽ പറഞ്ഞു തരുമ്പോൾ അതെ അതെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളുമാണ്. അപ്പം ട്യൂഷൻ വീടിന് എൻ്റെ കരിയറിലും പേഴ്സണലിയും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് മന്ദാകിനിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ട്യൂഷൻ വീട് ഇങ്ങനെ ഫുൾ എല്ലായിടത്തും ട്യൂഷൻ വീട് അറിയാം. അങ്ങനെ കുട്ടികൾക്കും അമ്മമാർക്കും, കുട്ടികൾ കാണുമ്പോൾ അമ്മമാർ കാണും, അതുകൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും കാണുന്നുള്ള സ്ഥിതിയാണ്. ഫാമിലിയാവും. നമ്മൾ ഈ പണ്ട് കാർട്ടൂണൊക്കെ കുട്ടികൾ വെച്ച് കാണുന്ന പോലെ കാണുന്ന ഒരു പരിപാടിയാണ് ട്യൂഷൻ വീട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷനായി സത്യത്തില്, യൂട്യൂബിൽ മാത്രമായി പോവോ. ഇന്റർവ്യൂ ചെയ്തിരുന്ന സമയത്ത് എന്നെ ആരും സിനിമയ്ക്ക് വിളിക്കില്ല. കാരണം ആങ്കർ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വിളിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് യൂട്യൂബിലുള്ള ആളാണ്, യൂട്യൂബർ അല്ലേ എന്നാ ചോദിക്കുക എല്ലാവരും. അപ്പൊ എനിക്ക് ടെൻഷനായി, ദൈവമേ ഇനിയിപ്പോ സിനിമ കിട്ടൂലേ എന്നൊക്കെയുള്ള ഫീല് വന്ന് നിൽക്കുന്ന സമയത്താണ് ഷിജുവേട്ടൻ മന്ദാകിനിയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ട്യൂഷൻ വീടിന്റെ ഏറ്റവും നല്ല സമയത്ത് മന്ദാകിനി ചെയ്തപ്പോൾ ഓക്കെ ഈ കുട്ടി സിനിമയും ചെയ്യുന്നുണ്ട്, ട്യൂഷൻ വീട് വെബ് സീരീസ് യൂട്യൂബിലും. അതെ, എനിക്ക് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ എല്ലാവരും കണ്ട ഒരു സിനിമയുടെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ പറ്റി. അത് ഭയങ്കര കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. രണ്ടും നടക്കേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് നടക്കാന്ന് പറയില്ലേ, അങ്ങനെ നടന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ എവിടെ ചെന്ന ആൾക്കാരെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അതിനൊരു സന്തോഷം ഭയങ്കരമാണ്. അതുപോലെ തന്നെ ചില കോൾസ് നമുക്ക് കിട്ടുമ്പോഴും ഭയങ്കര ഹാപ്പി ആവും ഇല്ലേ. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്ന് സജിന് എനിക്കൊന്ന് കുറച്ച് ഇയേഴ്സ് മുമ്പ് ഒരു 5 years ആയിട്ടുള്ള ഒരു കുട്ടി കോൾ ചെയ്തില്ല, എന്തോ ക്യാൻസർ ഇല്ലേ, വീട്ടിലെപ്പോഴും കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സജൻ ചേട്ടനെ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര റിലീഫ് ആകുന്നതെന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. അങ്ങനെ ചെറിയ കുട്ടിയായിരുന്നു, പുള്ളിക്കാരിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇത് കണ്ടുകൊണ്ടാണ് കഴിക്കുക. അപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ എന്തായിരിക്കും എനിക്ക് വേണോ സുഖമായിട്ടുണ്ടാവട്ടെ. ഇപ്പൊ അറിയില്ല, ഇപ്പൊ അങ്ങനെ കോണ്ടാക്ട് ഇല്ല. പക്ഷെ അതൊക്കെ അങ്ങനത്തെ കോളുകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കാരണം അവർക്ക് കുറച്ച് സന്തോഷം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് പാരന്റ്സിന്റെ ഒരു ഹാപ്പിനെസ് അവരെന്റെ അടുത്ത് നിന്നിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി മരുന്ന് കഴിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ജെനുവിൻ ആയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് അല്ലേ, വെറുതെ ഇൻസ്റ്റാൾ മെസ്സേജ് അയക്കുന്നതിൽ ഉപരി ഈ പറയുന്ന അല്ലെങ്കിൽ അത് എഫോർട്ട് എടുത്ത് നമ്പർ എടുത്ത് വിളിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ. പിന്നെ വെറുതെ വിളിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുടെ നമുക്ക് അങ്ങനെ വെറുതെ വിളിച്ചിട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ നമുക്ക് വിളിക്കുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാൻ തോന്നും. പിന്നെ എനിക്ക് തോന്നാം ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു കണ്ണ് കാണാത്ത ഒരു പുള്ളിക്കാരൻ. ആള് തിയേറ്ററൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരനും സ്ഥിരം അങ്ങനെ വിളിക്കും. ശരി, അവര് കണ്ണ് കാണില്ല പുള്ളിക്കാരൻ, പക്ഷെ ഇത് സാന്ത്വനം കേട്ട് മാത്രം ഇങ്ങനെ പരിചയമുള്ളൊരു പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ശല്യമൊന്നും ചെയ്യില്ല. ചേട്ടാ സുഖാണോ, എന്ത് പറയണു, ഞാൻ വെറുതെ വിളിച്ചതാ, ചേട്ടന് സുഖമല്ലേ, അത്രയൊക്കെ പറഞ്ഞു സംസാരിച്ച് അത്രേ ഉള്ളൂ. വിശേഷങ്ങൾ ചോദിച്ചിട്ട് വേറെ ശല്യമോ അങ്ങനെ ഒന്നുമില്ല. വല്ലപ്പോഴും ഓണം വിഷുവിനൊക്കെ വിളിച്ച് ചേട്ടാ വിഷ് ചെയ്ത് വെക്കും. പക്ഷെ ആളിങ്ങനെ കേട്ട് മാത്രം അവർ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷം. നമുക്കൊരു ചെറിയ ഹാപ്പിനെസ് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നമ്മള് ചെന്നിട്ടുള്ളതിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വെൽക്കം. എനിക്ക് എപ്പോഴും കുട്ടികൾ തന്നെയാണ് അമ്മമാരൊക്കെ. പിന്നെ എനിക്ക് നല്ല ഏജ് ആയിട്ടുള്ള ഒരു ഉമ്മച്ചി എൻ്റെ അടുത്ത്, ഞാൻ എടപ്പാള് പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കള് കാണുമ്പോ ഞാനും കൂടെ ഇരുന്ന് കാണും, എനിക്ക് മോള് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര നല്ല ഏജ് ഉണ്ട് വലിയമ്മക്ക്. അപ്പൊ ഈ കുട്ടികളുടെ കൂടെ ആളിരുന്ന് കാണുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര കണക്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നി, ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും സന്തോഷം തോന്നുന്ന നിമിഷം അവർക്ക് അവരുടെ വീട്ടിലൊരാളെ പോലെ നമ്മളെ കാണുക എന്ന് പറയില്ലേ, അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു.